ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സൈക്കിളിൽ ഡിസ്ക് ബ്രേക്ക് പിടിപ്പിക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കാലിപ്പർ സെറ്റ് ചെയ്തിരുന്ന ക്ലാമ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെൽഡ് ചെയ്തിട്ടാണ് കാലിപ്പർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർക്കിലാണ് ഡിസ്ക് ബ്രേക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടി നമ്മളത് സൈക്കിളിൽ നിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ ഫ്രണ്ട് വീല് പിടിപ്പിക്കാം. അപ്പോൾ ഈ ഡിസ്ക് ബ്രേക്കിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഡിസ്ക് കാലിപ്പർ മൗണ്ട് ചെയ്യാനുള്ള പ്ലേറ്റാണ്. അപ്പോൾ ഇത് തന്നെ കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് വെച്ചാലും മതിയാകും. അപ്പോൾ ഞാനിവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. അതിന് പകരം വേറൊരു പട്ടയിൽ നമുക്ക് ആവശ്യമുള്ള അളവിലുള്ള പ്ലേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളത് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഹോള് മാർക്ക് ചെയ്തിരിക്കുന്ന തെറ്റിപ്പോയിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ തന്നെ ഹോള് ഡ്രില്ല് ചെയ്യാണ്. അപ്പോൾ നമുക്ക് 6mm ഹോളാണ് ഇതിൽ ഇടേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ ബിറ്റിട്ട് ഡ്രില്ല് ചെയ്യും. അതിനുശേഷം നമ്മൾ ബിറ്റിൻ്റെ സൈസ് കൂട്ടി നമ്മൾ 6mm വരെ ആക്കും. അപ്പോൾ അങ്ങനെ മൗണ്ടിങ് പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കാലിപ്പർ പിടിപ്പിക്കണം. അപ്പോൾ ഈ കാലിപ്പർ പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൽ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുന്ന 2 ബോൾട്ട് ഉണ്ട്. അപ്പോൾ അത് ലൂസ് ചെയ്തിട്ട് നമുക്കിതിനെ നടുക്കത്തെ പൊസിഷനിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമുക്കിത് ഫോർക്കിൽ പിടിപ്പിച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടോ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് ഫോർക്കിൽ വെച്ച് നോക്കാം. അപ്പോൾ ഒരു ഏകദേശം കറക്റ്റായിട്ടുണ്ട്. പക്ഷേ നമുക്കിതിൽ കുറച്ച് ഭാഗം കൂടി കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് വെച്ച് നോക്കാം. ഈ ഫോർക്കിലെ വെൽഡിങ് വരുന്ന പോർഷൻ്റെ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വെൽഡ് ചെയ്യാം. വെൽഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ വീലൊന്ന് കറക്കി നോക്കിയിട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് ഒരുവിധം ഒന്ന് കറക്റ്റാക്കി വയ്ക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചെറുതായിട്ട് ഇതിനെ ഒന്ന് സ്പോട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ കാലിപ്പർ അതുപോലെ വീലും ഒക്കെ ഇളക്കി മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കും. അപ്പോൾ നമ്മൾ മൗണ്ടിങ് പ്ലേറ്റ് നന്നായിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അത് ഗ്രൈൻഡ് ചെയ്ത് നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ കാലിപ്പർ പിടിപ്പിച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബോൾട്ട് ലൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കാലിപ്പറിൻ്റെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യണം. അലൈൻമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, ഈ റോട്ടർ ഡിസ്ക് പാഡിൽ ടച്ച് ചെയ്യാതെ ഫ്രീ ആയിട്ട് കറങ്ങണം. അപ്പോൾ നമ്മൾ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഡിസ്ക് ബ്രേക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലെയൊക്കെയുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.